ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 24/2/2024 ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് ചോദിച്ച കണക്കിലെ 10 ചോദ്യങ്ങൾ. കണക്കിനെ സംബന്ധിച്ച് മുൻകാല ചോദ്യങ്ങൾ പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. നമുക്ക് ഈ 10 ചോദ്യങ്ങൾ വേഗത്തിൽ ഒന്ന് നോക്കാം. ആദ്യ ചോദ്യം 2 2-1, 3 3-1, 4 4-1 ഇവയുടെ തുക എന്തെന്നാണ് ചോദ്യം. അപ്പോൾ 2 2-1 എന്ന് പറയുന്നത് എന്താണ്? വിഷമഭിന്ന സംഖ്യയാണ്. എന്തുകൊണ്ടാണ് അതിനെ വിഷമഭിന്ന സംഖ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ, അതായത് ഇത് എങ്ങനെ ചെയ്യണം, ഒരു സംഖ്യ കണ്ടു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഓർത്തിരിക്കാൻ ഇതിനെ നമ്മൾ ഭിന്നസംഖ്യയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഏറ്റവും താഴെയുള്ള ഛേദം 2 അതിനെ അതുപോലെ എഴുതി തൊട്ട് മുകളിൽ 2നെ 2 കൊണ്ട് ഗുണിക്കുന്നു, സൈഡിലോട്ട് ഗുണിക്കുന്നു, പ്ലസ് ഛേദം. അപ്പോൾ 2 × 2 4 പ്ലസ് 1 5. 5/2 എന്നൊരു സംഖ്യയാണ് ഇവിടെ വരുന്നത്. ഈ 5/2 എന്ന സംഖ്യ എന്താണ്? ഈ 2നെ 5 എടുത്ത് വച്ചിരിക്കുന്നു. അപ്പോൾ അത് ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ജസ്റ്റ് ഒന്ന് ലോജിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിഷമ ഭിന്നസംഖ്യ ഈ ശ്രേണിയിലോട്ട്, ഈ ഒരു പാറ്റേണിലോട്ട് മാറ്റുന്നത്. നമുക്കിവിടെ പല രീതിയിൽ ചെയ്യാം. ഇങ്ങനെയും ചെയ്യാം, അതായത് ഇങ്ങനെ ഈ സംഖ്യകളാക്കിയിട്ട് ഈ രീതിയിലും ചെയ്യാം. അല്ല എങ്കിൽ പൂർണ്ണസംഖ്യയെ ആദ്യം ഒന്ന് എഴുതി കൂട്ടുക. ഏതൊക്കെയാണ്? 2 + 3 + 4 അതെത്രയാണ്? 4 3 7, 7 2 9. അതവിടെ നിൽക്കട്ടെ. ബാക്കിയുള്ള 2-1 പ്ലസ് 3-1 പ്ലസ് 4-1. ഇനി ഇവിടെ LCM എന്താണ്? ഏറ്റവും വലുതിനെ 2 കൊണ്ട് ഗുണിക്കുക, 8 കിട്ടും. 8 3-ൽ പോകത്തില്ല. വീണ്ടും ഏറ്റവും വലുതിനെ തൊട്ടടുത്ത സംഖ്യ 3 കൊണ്ട് ഗുണിക്കുക, 12. 12-ൽ 2 3 4 ഇവ പൂർണ്ണമായിട്ടും പോകും. അപ്പോൾ LCM ഏത് വരും? 12. 12-ൽ 2 6 പ്രാവശ്യം, 3 4 പ്രാവശ്യം, 4 3 പ്രാവശ്യം. അപ്പോൾ എത്ര കിട്ടി? 6 4 10, 13/12 കിട്ടി. നമുക്കിവിടെ നേരത്തെ 9 കൂട്ടി വച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 13/12 എന്ന് കിട്ടി. ഇനി കിട്ടിയ 13/12നെ വീണ്ടും ഒന്നുകൂടെ ഭാഗിക്കുക. 13/12 ഒരു പ്രാവശ്യം 12 ശിഷ്ടം 1. ഇനി എങ്ങനെയായിട്ട് എഴുതുന്നത്? മുകളിൽ നിന്ന് താഴോട്ട് വരിക. 1 12-ൽ 1. ഇവിടെ നിന്ന് വരിക ആൻറ്റി ക്ലോക്ക് വൈസിൽ. 1 12-ൽ 1. വീണ്ടും നമുക്കിവിടെ ഒരു പൂർണ്ണസംഖ്യ കിട്ടി 1. ആ 1 ഇതിനോട് കൂട്ടുക. ബാക്കിയുള്ളത് 12-ൽ 1 അതുപോലെ എഴുതുക. അപ്പോൾ 9 + 1 എത്രയാണ്? 10. 10ഉം 12-ൽ 1. നമുക്കിവിടെ ആൻസർ നോക്കുവാണെങ്കിൽ ആൻസർ വരും ഓപ്ഷൻ ബി, 10 12-ൽ 1. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അല്പം ലെങ്തിയായി. ഇതൊന്ന് വർക്കൗട്ട് ചെയ്താൽ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. അടുത്ത ചോദ്യം 100 ക്യൂബ് × 1000⁵ = 10⁵x ആയാൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? അപ്പോൾ നമുക്കിവിടെ 10ഉം 100ഉം 1000ഉം ഒക്കെ തന്നിട്ടുള്ളത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ തോന്നാം. അതിനാൽ ഇവയെ നമ്മൾ 10ൻ്റെ ഒരു ടേംസിൽ ഒന്ന് ആക്കുന്നു. അപ്പോൾ 100നെ 100⁻3 അതിനെ 10 സ്ക്വയറാണല്ലോ 100 എന്ന് പറയുന്നത്. 10 സ്ക്വയറാണ് 100, 10ൻ്റെ സ്ക്വയറാണ് 100. അതേ ⁻³ ഇൻറ്റു 10⁻3 ആണല്ലോ 1000, അതേ ⁵. ഇങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി 10⁻²⁵ വരുവാണെങ്കിൽ ഇതിനങ്ങ് ഗുണിച്ച് എഴുതിയാൽ മതി. അതായത് 10⁻6 ഇൻറ്റു 3 × 5 15, 10⁻15. ഇനി നമുക്ക് ഇവിടുത്തെ ചോദ്യം എന്താണ്? 10⁻x ആയാൽ എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി
10⁻6 × 10⁻15 എന്ന് പറയുന്നത് a⁻b × a⁻c a⁻b + c ആണ്. അതായത് ഈ ടോപ്പിലുള്ളത് കൂട്ടി എന്ന് എഴുതിയാൽ മതി. അതായത് 10⁻21. അപ്പോൾ ഇവിടെ 10⁻x ആയാൽ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 21 എന്ന് കിട്ടും. ആൻസർ വരും ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം 35. അപ്പോൾ ഒരു ശ്രേണിയുടെ 15ാം പദം 35 എന്ന് പറയുവാണെങ്കിൽ n-ാം പദം എന്ന് പറയുന്നത് a + n-1 × d ആണ്. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ നമ്മളിവിടെ നിന്ന് അപ്ലൈ ചെയ്താൽ മതിയാകും. 15ാം പദം a + n-1 × d, n 15, n-1 14. അപ്പോൾ a + 14d ആണ് ഏത്? 35. 35ാം പദം a + 34d ഏത് പദമാണ്? അതിൽ നിന്ന് 1 കുറയ്ക്കുക = 15. 35ാം പദം 15. 15ാം പദം 35, 35ാം പദം 15 ആയാൽ അതെന്തുവാണ്? ഡിക്രീസ് ആണ്, കുറഞ്ഞുമാണ് വരുന്നത്. അപ്പോൾ പൊതുവ്യത്യാസത്തിൽ ഒരു മൈനസ് ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ആ ക്രിയ ചെയ്യാണ്ട് തന്നെ നമുക്കിവിടെ മൈനസ് ആവുന്നത് കൊണ്ട് മൈനസ് ഓപ്ഷൻ വരുന്നത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ ലോജിക്കായിട്ട് ചിന്തിച്ചാൽ പെട്ടെന്ന് ആൻസറിലെത്താം. ക്രിയ ചെയ്യണമെന്നില്ല. കാരണം എന്താണ്? 15ാം പദം 35, 35ാം പദം 15. അങ്ങനെയെങ്കിൽ അത് ഡിക്രീസ് ചെയ്താണ് വരുന്നത്, മൈനസ് എടുക്കാം. അല്ല എങ്കിൽ ഇതിനെ ഒന്ന് ക്രിയ ചെയ്തെടുത്താൽ മതി. ഇതിനെ ഒന്ന് കുറയ്ക്ക് ചെയ്താൽ മതി. a - a 0 ആണ്. 14 - 34d എന്ന് പറയുന്നത് -20d. -20d എന്ന് പറയുന്നത് എത്രയാണ്? 35 - 15 എത്രയാണ്? 15. 35 - 15 20. d = ഈ മൈനസ് ഇവിടെ ഉണ്ട്. അപ്പോൾ 20/20 എത്ര കിട്ടും? d = -1 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്ഷൻ കൂടെ ഒന്ന് റെഫർ ചെയ്തൊന്ന് ആൻസർ ചെയ്യുക. ഇത് സമയലാഭം ഉണ്ടാക്കും. അടുത്ത ചോദ്യം, എയുടെ 30%, ബിയുടെ 20% ആയാൽ a + b = b - a എത്ര? അപ്പോൾ തന്നിട്ടുള്ള ആ പാറ്റേണിൽ അതുപോലെ അങ്ങ് എഴുതുക. നമുക്കൊന്നും അറിയത്തില്ല, ഇത് കണ്ടു കഴിഞ്ഞിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ചോദ്യം ആ രീതിയിൽ അങ്ങ് എഴുതുക. എയുടെ 30%, നമ്മളൊരു സംഖ്യയുടെ ശതമാനം പറയുവാണെങ്കിൽ അതിനെങ്ങനെയാണ് എഴുതുന്നത്? എയുടെ ആ സംഖ്യയുടെ a × 100ൽ 30 എന്ന് പറയുന്നത് ബിയുടെ 20%, b × 100ൽ 20. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇതുവരെ അങ്ങ് എഴുതി. ഇനി ഇത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. 0 ക്യാൻസൽ ആവുക. 2/10 1/5. നമുക്കിപ്പോൾ 3a/ നിലവിൽ ഇവിടെ കിട്ടിയിട്ടുള്ളത് 3a/10 = b/5. നമുക്കിനി ഈ ബീനെ ഇങ്ങ് താഴെ കൊണ്ടുവരണം, ഈ 10നെ അവിടെ കൊണ്ടുപോകാം. അപ്പോൾ എങ്ങനെ കിട്ടും? a/b എന്ന് പറയുന്നത് 10/5. ഈ 10നെ അവിടെ കൊണ്ടുപോയി, ഈ 3നെ വീണ്ടും താഴെ കൊണ്ടുവന്നു. 3 വീണ്ടും നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം 2 പ്രാവശ്യം. അപ്പം a/b എന്ന് പറയുന്നത് 2/3 എന്ന് കിട്ടും. അതിൽ നിന്നും a = 2, b = 3 എന്ന് കിട്ടി. ഇനി ഈ എയുടെ ബിയുടെ വാല്യൂ കിട്ടിയല്ലോ. ഇനി നമ്മുടെ ഇവിടുത്തെ ചോദ്യത്തിലൊന്ന് അപ്ലൈ ചെയ്യുക. ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? a + b, അതായത് എത്രയാണ്? a നമുക്കിവിടെ 2 കിട്ടി, b 3. a + b എത്ര കിട്ടി? 5. 3 + 2 നമുക്ക് 5 എന്ന് എഴുതാം. 3 + 2 5 = b - a. 3 - 2 1.
1 5:1 എന്ന് കിട്ടും. ആൻസർ വരിക ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ ബോംബെ 52 ആയാൽ ഡൽഹി ഈക്വൽ ടു, നമുക്കിവിടെ PSC കൊടുത്തിട്ടുള്ള ചോദ്യം 32 എന്നാണ്. ആൻസർ വരിക ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, 6000 രൂപയ്ക്ക് 6% സാധാരണ പലിശ നിരക്കിൽ 10 മാസത്തേക്കുള്ള പലിശ. നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ ബേസിക് ഫോർമുല എന്താണ്? I=PNR/100. ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. I ഇൻട്രസ്റ്റ് ആണ്, P പ്രിൻസിപ്പൽ, N നമ്പർ ഓഫ് ഇയേഴ്സ്, R റേറ്റ്. ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട് 6000 രൂപ, 6% റേറ്റ് 6, 10 മാസം ആകുമ്പോൾ 12ൽ 10 എന്ന് എഴുതുക. 12ൽ 10 ഇതൊന്ന് എഴുതാൻ ഇവിടെ പഠിച്ചാൽ മതി. /100 ഇവിടെ ചെയ്യുമ്പോൾ 6000ൻ്റെ പോയി. പിന്നെയുള്ളത് 2 5 പ്രാവശ്യം 6 6 ക്യാൻസലായിപ്പോയി. പിന്നെയുള്ളത് 6 × 5 30, ഒരു 0, 300 രൂപ. ആൻസർ കിട്ടും ഓപ്ഷൻ ബി, 300 രൂപ. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ കണ്ടെത്തുക. 391 361 225 625. അപ്പോൾ ഈ സംഖ്യകൾ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു സ്ക്വയറിൻ്റെ ഒരു ടേംസ് എല്ലാം ഇവിടെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് 625 25ൻ്റെ സ്ക്വയറാണ്, 225 15ൻ്റെ സ്ക്വയറാണ്, 57 എന്ന് പറയുന്നത്, 361 എന്ന് പറയുന്നത് 19ൻ്റെ സ്ക്വയറാണ്. അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് 391. ആൻസർ വരും ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? ശ്രദ്ധിക്കുക, ഇവിടെ കാണാണ്ട് അങ്ങ് പഠിക്കുക. ഒരു സൂചി 1 മിനിറ്റ് തിരിയുന്ന ആംഗിളിൻ്റെ അളവ് 6 ഡിഗ്രി. എത്രയാണ്? 6 ഡിഗ്രി. എന്താണ്? ഒരു സൂചി 1 മിനിറ്റ് തിരിയുന്ന ആംഗിൾ എത്രയെന്ന് ചോദിച്ചാൽ 6 ഡിഗ്രി. അങ്ങനെയെങ്കിൽ ഇവിടെ 40 മിനിറ്റ് ആണ്. അപ്പോൾ 40 × 6 4 6 24 240 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ഡി. അടുത്തത്, ഒരു എണ്ണൽ സംഖ്യ അതിൻ്റെ ഉൽക്രമത്തിൻ്റെ 16 മടങ്ങാണ്, എന്നാൽ സംഖ്യ ഏത്? അപ്പോൾ ഇതും ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേണിൽ അത് എഴുതാൻ ശ്രമിക്കുന്നു. നമുക്കിവിടെ അതേപോലെ എഴുതാൻ ശ്രമിക്കുക. അതായത് ഒരു എണ്ണൽ സംഖ്യ നമുക്കറിയത്തില്ല, എക്സ് എന്നെടുത്തു. അതിൻ്റെ വിൽക്രമം എന്താണ്? 1/x ആണ്. ഏതാണ് സംഖ്യ? അതിനെ 1/x ആക്കുന്നതാണ് അതിൻ്റെ വിൽക്രമം എന്ന് പറയുന്നത്. ഒരു എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ വിൽക്രമത്തിൻ്റെ 1/xൻ്റെ 16 മടങ്ങാണ്, അതായത് × 16. അങ്ങനെയെങ്കിൽ സംഖ്യ ഏത്? ഇനി ഒന്ന് ക്രിയ ചെയ്തെടുത്താൽ മതി. ഈ എക്സിന് ഇവിടെ കൊണ്ടുവരിക. എക്സ് സ്ക്വയർ എത്രയാണ്? 16. എക്സ് എത്രയാണ്? √16 4 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? 4. ആൻസർ വരും ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, 6/15ൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എത്ര? ഇങ്ങനെ ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട. അതായത് 6/1 എന്ന് എഴുതുക. എത്രയാണ്? 6. 6² 36. വീണ്ടും 6³ 36 × 6. അതും ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയുടെ സ്ഥാനത്തല്ല, ഇങ്ങനെ 6 റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ആൻസർ വരും ഒറ്റയുടെ സ്ഥാനത്ത് 6, ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയുമാണ് കണക്കിലെ രസകരമായ ചോദ്യങ്ങൾ. ഇനിയുമുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.